ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിലെത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച ഉണ്ടായി. നാച്ചുറൽ ഫാമിംഗ് ഉച്ചകോടി ഉദ്ഘാടന വേള ആയിരുന്നു വേദി. തമിഴ്നാട്ടിലെ കർഷകർ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അവരുടെ കഴുത്തിലിട്ടിരുന്ന പച്ച ഷോൾ എടുത്ത് ചുഴറ്റി. ഇത് കണ്ടപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ എത്തും മുൻപേ ബീഹാറിലെ മാറ്റത്തിന്റെ കാറ്റ് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നു. ഗംച എന്ന് വിളിക്കുന്ന കഴുത്തിലൂടെ ധരിക്കുന്ന ഷോൾ കയ്യിൽ പിടിച്ച് ചുഴറ്റുന്നത് സാധാരണ ബീഹാറിലെ കർഷകരുടെ രീതിയാണ്. ഗംച ചുഴറ്റൽ എന്നാണ് ഇതിനെ വിളിക്കുക. നാച്ചുറൽ ഫാമിംഗ് ഉച്ചകോടി ഉദ്ഘാടന വേളയിൽ സദസ്സിലുണ്ടായിരുന്ന തമിഴ്നാട്ടിലെ കർഷകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അവരുടെ കഴുത്തിലെ പച്ച ഷോൾ എടുത്ത് ചുഴറ്റിയിരുന്നു. ഇതോടെയാണ് മോദി ബീഹാറിലെ കാറ്റ് നേരത്തെ തമിഴ്നാട്ടിലെത്തിയെന്ന് വിശേഷിപ്പിച്ചത്. പറഞ്ഞു വരുന്നത്, മോദിയുടെ കോയമ്പത്തൂരിലെ ഈ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ്. ഏകദേശം ഒരു 6 ദിവസം മുൻപാണ് മോദി തന്റെ തെക്കേ ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിൽ എത്തിയത്. അവിടെ നാച്ചുറൽ ഫാമിംഗ് ഉച്ചകോടി 2025 ഉദ്ഘാടനം നടക്കുകയായിരുന്നു. അവിടെയാണ് മോദി ഈ പ്രസംഗം നടത്തിയത്. തമിഴ്നാട്ടിലെ കർഷകരുടെ ഷോൾ ചുവറ്റിൽ കണ്ടപ്പോൾ ബീഹാറിലേതുപോലെ തമിഴ്നാട്ടിലും എൻഡിഎ അധികാരത്തിൽ വരും എന്നാണ് മോദി തന്റെ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചത്. അതിന് വലിയൊരു കയ്യടിയാണ് സദസ്സിൽ നിന്നും കിട്ടിയത്. ഇതോടെ മോദിയുടെ പ്രസംഗത്തിന്റെ ഈ ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. PM കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് നൽകുന്ന സഹായധനത്തിന്റെ 21ാം തവണ എന്ന നിലയ്ക്ക് കർഷകർക്ക് 18,000 കോടി രൂപ മോദി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയതായും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലുള്ള ലക്ഷക്കണക്കിന് കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിച്ചു. നമുക്കറിയാം, കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ മോദി സർക്കാരിനെ വിമർശിച്ചവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണിത്. തമിഴ് അറിയാമായിരുന്നു എങ്കിൽ ഉച്ചകോടിയിലെ മുൻ പ്രസംഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള ബഹുമതി തനിക്ക് ലഭിക്കുമായിരുന്നു എന്ന് ആ വേളയിൽ നരേന്ദ്രമോദി പറഞ്ഞു. കോയമ്പത്തൂരിന്റെ സാമ്പത്തിക ശക്തി എടുത്തു കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ കാലമായി പ്രധാന സംഭാവന നൽകിയിരുന്നതായും മോദി പറഞ്ഞു. ഈ മേഖലയിൽ നിന്നുള്ള CP രാധാകൃഷ്ണൻ ഇപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്നതോടെ രാജ്യത്തിന് കോയമ്പത്തൂരിന്റെ സംഭാവന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഈ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സദസ്സിലിരുന്ന ഓരോരുത്തരെയും പുളകം കൊള്ളിക്കുകയായിരുന്നു. പ്രകൃതി കൃഷി വളരെ മുന്നോട്ട് പോകുന്നു. ജൈവ കൃഷി തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് മോദി പറഞ്ഞു. ജൈവ പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി മാറാനുള്ള ഒരു പാതയിലാണ് ഇന്ത്യ എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശരിക്കും അവിടെ കൂടിയിരുന്ന എല്ലാ കർഷകർക്കും ഒരു പുതുജീവൻ നൽകുന്ന വാക്കുകളായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. നമ്മുടെ ജൈവ വൈവിധ്യം പുതിയൊരു രൂപം കൈക്കൊള്ളുകയാണ്. രാജ്യത്തെ യുവാക്കൾ കൃഷിയെ ആധുനികവും വിപുലീകരിക്കാവുന്നതുമായ ഒരു അവസരമായി കാണുന്നു. ഇത് രാജ്യത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും. എന്തായാലും ഗംച ചുഴറ്റി അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോഴേക്കും അദ്ദേഹം ആ ഒരു വികാരത്തെ മാക്സിമം NDAക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാരായ കർഷകർക്ക് എത്രമാത്രം പ്രയോജനം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തു എന്നത് അവിടെയുള്ള ഓരോ കർഷകനെയും മനസ്സിലാക്കാനുള്ള വാക്കുകൾ കൂടി സംസാരിച്ചു എന്നതാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും ഗംച ചുഴറ്റിയതിലൂടെ അദ്ദേഹത്തിനോടുള്ള ആ ഒരു ആദരവ് അവിടെ പ്രകടിപ്പിച്ച കർഷകർ, അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ആ ശുഭാപ്തി വിശ്വാസം, ബീഹാറിലെ കാറ്റ് തമിഴ്നാട്ടിലേക്കും വീശും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം, അത് എത്രത്തോളം ശരിയാകും, സത്യമാകും എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. എന്തായാലും എല്ലായിടത്തും ഒരു പുതുജീവൻ തന്നെ ചൊരിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഓരോ സംവിധാനങ്ങൾ പുതുതായി കൊണ്ടുവരലും ഓരോ മേഖലകളെ സുരക്ഷിതരാക്കൽ നടപടികളുമൊക്കെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എത്രത്തോളം രാജ്യമൊട്ടാകെ ആ ഒരു കാറ്റ് വീശും എന്ന്. ന്യൂസ് ഡെസ്ക് കർമാസ്.